നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ നിന്നൊരു ആണവ ഭീഷണി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. പട്ടാള മേധാവി ഇത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. ഫ്ലോറിഡയിൽ നടന്ന ഒരു അത്താഴ വിരുന്നിൽ വെച്ചാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുന്നത്. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടനെ 10 മിസൈലിട്ടത് ആക്രമിക്കുമെന്നാണ് ഭീഷണിയൊക്കെ. പക്ഷേ അമേരിക്കയിലിരുന്ന് അത്തരം ഒരു ഭീഷണി ഇന്ത്യക്ക് നേരെ മുഴക്കുമ്പോൾ അതിനെ എതിർക്കാൻ അമേരിക്കയിൽ നിന്ന് ആരും തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപ് ഒന്നും ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഇന്ത്യയുമായി ഇപ്പോൾ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ട്രംപ് അത്തരത്തിൽ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. എന്തായാലും വീണ്ടും അങ്ങനെ ഒരു ഭീഷണിയാണ്. സിന്ധുവിൽ നിന്ന് വെള്ളം കിട്ടാതെ വന്നതോടുകൂടി അസിം മുനീറിന് നട്ടപ്രാന്തിളകിയെന്നാണ് ഒരു കമൻ്റൊക്കെ വരുന്നത്. ശരിക്കും തോറ്റയാൾക്ക് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയതോടുകൂടി ഇന്ത്യയെ ചൂണ്ടുവിരലിൽ നിർത്താമെന്നൊക്കെയാണ് അസിം മുനീർ കണക്ക് കൂട്ടുന്നത്. വെറുതെ കിടന്ന് ഇങ്ങനെ വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി. ശരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കരസേനാ മേധാവിയും വ്യോമസേനാ മേധാവിയും ഒക്കെ പാകിസ്ഥാന് നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഹാലിളക്കമായിരിക്കാം ഇത്. അസിം മുനീർ ഇരന്ന് പണി മേടിക്കാൻ വരികയാണോ? വല്ലവൻ്റെ വീട്ടിൽ ഇരുന്ന് മൃഷ്ടാന ഭോജനവും കഴിച്ചുകൊണ്ട്, സ്വന്തം വീട്ടിൽ ഇരുന്ന് ഭോജനം കഴിച്ചിട്ടല്ല, വല്ലവൻ്റെ വീട്ടിൽ ഇരുന്ന് അവൻ കൊടുത്ത എച്ചിലും കഴിച്ചുകൊണ്ട് ഇങ്ങനെ എന്തും വിളമ്പാം. അത് ഒരു പക്ഷേ ട്രംപിനിപ്പോൾ ഹാലിളകി എന്ന് പ്രശോഭ പറഞ്ഞതുപോലെ ട്രംപിന് മൊത്തത്തിൽ ഹാലിളകി തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഒരു ത്രിരാഷ്ട്ര ഏകോപനം ട്രംപ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് ഇന്ത്യ, റഷ്യ, ചൈന ഒരു വൻ ശക്തി തന്നെയാവും. അതൊരു പക്ഷേ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അത് ട്രംപിനെ വല്ലാണ്ട് അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് ഏറ്റവും അധികം ഒരു അസൂയ അല്ലെങ്കിൽ ഒന്ന് ഇളകിയത് ട്രംപാണ്. ഇത്രത്തോളം ഭാരതം വളർന്നോ എന്നുള്ളത് ട്രംപിന് അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ചൊറിച്ചിൽ. അന്ന് മുതൽ തുടങ്ങി. അപ്പം ഇതിനെ എങ്ങനെ നേരിടണം, പല രീതിയിൽ പ്രകോപനമൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു തരത്തിലും മോദി അനങ്ങുന്നില്ല. മോദിക്ക് കൂർമ്മ ബുദ്ധിയുണ്ട്. അത് കൃത്യമായിട്ട് ട്രംപിനിട്ട് കൊട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു തീരുവ യുദ്ധമാണ് ട്രംപിനെ മൊത്തത്തിൽ ഹാലിളക്കിയത്. അപ്പം അടുത്തത് ഇനി മുനീറിനെ കൊണ്ടൊന്ന് ചൊറിയാം. ഇടയ്ക്കിടയ്ക്ക് ഭോജനം കൊടുക്കാറുണ്ട്, മൃഷ്ടാന ഭോജനം കൊടുക്കാറുണ്ട്. അതിൽ ചെന്നിരുന്നുകൊണ്ട് ട്രംപിന് ഈ കഴിക്കുമ്പോൾ അത്താഴത്തിന് പണ്ട് ഈ ചിലവരൊക്കെ പറയുന്നതൊക്കെ ഈ മദ്യം കൂടിയിരുന്ന് കഴിക്കുവാണെങ്കിൽ ഒരു ഹുങ്കിന് വേണ്ടി, ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് കൂടെ അളിയാ ഞാൻ കൂടെയുണ്ട് എന്ന് പറയും. പക്ഷെ മദ്യത്തിൻ്റെ കെട്ടിറങ്ങുമ്പോൾ പഴയതൊക്കെ ഈ നട്ടല്ലൊടിഞ്ഞത് ഓർമ്മ വരുന്നത്. കാരണം നട്ടല്ലൊടിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ തകർത്ത് വാരിയത്. നമുക്കറിയാം എത്രയോ പോർ വിമാനങ്ങൾ, ഡ്രോൺ, മിസൈല്, വന്ന മിസൈലുകളെല്ലാം ഇന്ത്യ അടിച്ച് തകർത്തിടുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ വ്യോമത്താവളം ആക്രമിച്ചത്, ഈ ആണവ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അസിം മുനീർ പറയുന്നുണ്ടല്ലോ, ആണവ കേന്ദ്രത്തിൻ്റെ കവാടത്തിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇന്ത്യ. അപ്പം ഇത്തരത്തിലുള്ള വലിയ ഒരു എന്താ പറയുക അധപ്പതനം പാകിസ്ഥാന് കുറച്ച് ദിവസങ്ങൾ, അപ്പോൾ അതൊന്ന് നീണ്ടുപോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമേ കാണത്തില്ലായിരുന്നു. ഇതിപ്പോൾ ട്രംപും മുനീറും ഒക്കെ ആയിട്ടുള്ളൊരു കൂട്ട് കച്ചവടത്തിന് മുന്നേ കൂട്ടിയുള്ള അളിയ ഞാൻ ഉണ്ടേ കൂടെ എന്ന് പറഞ്ഞിട്ട് ഭോജനം കഴിച്ചതിൻ്റെ ഒരു ഇത് കാണിക്കുന്നതാണ്. എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തത്. അതങ്ങ് ദഹിച്ച് അങ്ങ് ഈ പറഞ്ഞോണം ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേന് ഇത് കെട്ടങ്ങടങ്ങിക്കോളും. അത് മാത്രമല്ല, മുനീർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഫെറാറി പോലെ ഹൈവേയിലൂടെ വരുന്ന മേഴ്സിഡസ് ആണ് ഇന്ത്യയെന്നും പാകിസ്ഥാൻ ഒരു ഡംപ് ട്രക്കാണെന്നും, ഡംപ് ട്രക്കാണ്. ആ ട്രക്ക് കാറിലിടിച്ച, അതായത് ഈ മെഴ്സിഡസിനകത്ത് ഇടിച്ച എന്തായിരിക്കും അവസ്ഥ, ഇങ്ങനെയൊക്കെ വലിയ വിശദമായിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് മുനീർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരാണ് മെഴ്സിഡസ് എന്നും ആരാണ് വൻ ട്രക്കെന്നും മുനീർ അനുഭവിച്ചറിഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഇനിയിപ്പോൾ നാളെ വ്യോമസേനയുടെ, അതായത് ഈ മുനീർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യോമസേന ഒരു ഇത് നടത്തുന്നുണ്ട്, ഒരു പറക്കൽ, അതായത് പരീക്ഷണം നടത്തുന്നുണ്ട്, പരിശീലനം നടത്തുന്നു. അതായത് അവരെ ഒന്ന് പ്രകോപിപ്പിക്കാൻ തന്നെയാണ്. അതേ സമയത്ത് അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതേ സമയത്ത് പാകിസ്ഥാനും നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ട്രംപിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളൊരു ഒറ്റ വിചാരത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ പൂഞ്ചിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും എന്താ പറയുക ഇട്ട് ചൊറിയാൻ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അസിം മുനീറും സംഘവും. പക്ഷേ ഇതിൽ ഇന്ത്യ വീഴില്ല.
തുടരില്ല. കാരണം ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഇനി ഒരു പക്ഷേ ചൈന പോലും പാകിസ്ഥാനിൽ നിന്ന് മാറിയേക്കാം. കാരണം ഇത്തരത്തിൽ ട്രംപിനെ അടിച്ചമർത്തേണ്ടുന്ന ആവശ്യകത ഇന്ത്യക്ക് മാത്രമല്ല, അത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്കുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ ഇതിലുണ്ട് എന്നുള്ളതാണ് അതിശയോക്തി. കാരണം അറബ് രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യയോടൊപ്പം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കും. അത് ട്രംപിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ട്രംപ് അധികം ഇനി പ്രകോപിപ്പിക്കാൻ പോവില്ല. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്നവൻ ഇട്ടൊന്നും മാന്തിയാൽ ചില പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകും എന്നത് അറിയിക്കുക. അല്ലാതെ ഇന്ത്യ അങ്ങ് മൊത്തത്തിൽ അങ്ങ് അടിച്ചമർത്തുമെന്നൊന്നും അല്ല പറയുന്നത്. തൊട്ടടുത്തവൻ, അതായത് നമുക്ക് ഈ കാലിൻ്റെ അടിയിൽ ചെറിയൊരു ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു അസ്വസ്ഥത ഇന്ത്യക്ക് ഇടയ്ക്ക് ഞാൻ വഴി മുനീർ വഴി അങ്ങ് ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രകോപനം മാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോൾ മുനീർ പറഞ്ഞതുപോലെ ഒരു ആണവ ഈ പറഞ്ഞോണം ഒരു ഈ സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാണ്. ഇപ്പോൾ ഇതുവരെ അതിൻ്റെ നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിന് അങ്ങനെ നിർമ്മിക്കുവാണെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള സംരക്ഷണം നൽകാനും ഇന്ത്യക്ക് അറിയാം. കാരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയാണെങ്കിലും സൈനിക മേഖലയാണെങ്കിലും ഒരു പക്ഷേ ചൈനയ്ക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. ഇന്ത്യയെ അങ്ങനെ ഒന്നും തൊടാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനും നന്നായിട്ട് അറിയാം. പാകിസ്ഥാന്റെ ഒരു പ്രശ്നം ഇവർക്ക് ഈ വിവരമില്ലാത്തത് കൊണ്ട് മുന്നും പിന്നും ചിന്തിക്കാനുള്ളൊരു ഇത് പാകിസ്ഥാന് വിവരമുണ്ട് പ്രശോഭ. പക്ഷെ അസിം മുനീറിന്റെ വിവരക്കേടല്ല. അസിം മുനീറിന് നല്ല വിവരമുണ്ട്. പക്ഷെ അസിം മുനീറിന് അടുത്ത ഭരണതലത്തിലേക്ക് എത്തണം. അതിന് പാകിസ്ഥാനിൽ കാണിക്കുകയാണ് ഞാനിതാ ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കണം. അത് അവിടുത്തെ ഒരു രാഷ്ട്രീയ കളിയാണ്. ഇവിടെ കണ്ടിട്ടില്ലേ, നമ്മളുടെ അടുത്ത് നിന്നുകൊണ്ട് ശത്രുപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവിനുണ്ടാവുന്നത്. സത്യം പറഞ്ഞ സൈനികരെ വെല്ലുവിളിക്കുന്നതും കളിയാക്കുന്ന തരത്തിലാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തുള്ള പല രാഷ്ട്രീയക്കാരും ഉണ്ടായത്. ഇതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം പാകിസ്ഥാനിലില്ല. നമ്മുടെ സൈനികർക്ക് നേരെയുള്ള ഈ ഒരു കളിയാക്കൽ അവിടെ ഇത്രയില്ല എന്ന് തോന്നുന്നു. അവരെല്ലാം കവർ ചെയ്തു. പക്ഷെ അവർ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊന്ന് പാർലമെന്റ് സമ്മേളനം അങ്ങോട്ട് നടന്നപ്പോൾ അസിം മുനീറിനെതിരായിട്ടൊക്കെ കുറച്ച് പ്രക്ഷോഭം ഉണ്ടെങ്കിലും പക്ഷെ പിന്നീട് അവർ ഒരു കാര്യം പുറത്തു വന്നില്ല. പക്ഷെ ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ളവൻ തന്നെ ഇട്ട് കുത്തുമ്പം മറ്റുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ സൈനികർക്ക് ഇട്ടാണ്, അല്ലാതെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കോ അല്ല മറ്റുള്ളവർക്കോ അല്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ല ഇത് കൊള്ളുന്നത്. ഇത് ഇന്ത്യൻ സൈന്യത്തിന് എതിരെയായിട്ടാണ് ഇത് വരുന്നത്. ഇന്ത്യൻ സൈന്യം എന്താണെന്നുള്ളത് തെളിയിച്ചു ഇതിപ്പം ഈ ഒരു ഇന്ത്യ പാക് ആക്രമണത്തിൽ മാത്രം, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രമല്ല ഇന്ത്യ തെളിയിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ നടത്തിയിട്ടുള്ള പല യുദ്ധങ്ങളിലും പല സംഘർഷങ്ങളിലും ഇന്ത്യൻ സൈന്യം എന്താണെന്നും ഇന്ത്യൻ പ്രതിരോധം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാകാതെ ഇവിടെ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇട്ട് കുത്താം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള അടിയിൽ കളിയാക്കലും അല്ലെങ്കിൽ ഗതികെട്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ്. പക്ഷെ ഇന്നലെ വ്യോമസേന മേധാവി അതിന് കൃത്യമായ മറുപടി കണക്കുകൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് 5 യുദ്ധവിമാനവും 1 പോർ വിമാനവും ഇന്ത്യ പാകിസ്ഥാന്റെ തകർത്തിട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ 300 പേരെയാണ് കൊന്നൊടുക്കിയത് ബാലക്കോട്ടിൽ. അതേപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗം അതിൻ്റെ തെളിവ് കിട്ടും. പക്ഷേ ഇന്ത്യക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ തെളിവ് ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ആകാശിൻ്റെ തൊട്ടടുത്ത് എത്താൻ പോലും പാകിസ്ഥാൻ്റെ ഒരു ഇതിനും സാധിച്ചിട്ടില്ല. എന്തോ ഒരു ഒറ്റ മിസൈലുകൾ പതിക്കത്തക്ക രീതിയിൽ ഇന്ത്യക്ക് അതായത് ഇന്ത്യയിലേക്ക് പതിക്കാൻ ഇന്ത്യ അനുവദിച്ചിട്ടില്ല. കാരണം അതിനെ എല്ലാം തകർത്ത് വരിയിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടത്. എന്നിട്ട് ഇവിടെ ഉള്ളവർ ചോദിക്കുകയാണ് എത്ര വിമാനം പോയി, അതിനേക്കാളൊക്കെ പരമകഷ്ടമായി നമുക്ക് തോന്നിയ ഒരു കാര്യം, പാർലമെന്റിൽ ഒരു ചോദ്യം ഉയർന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ തന്നെയാണോ സൈന്യം കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ചോദ്യം. ശരിക്കും മുൻപ് പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിൻ്റെ അവരുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിപ്പോയി പ്രതിപക്ഷം അത്തരത്തിലൊരു നീക്കം നടത്തിയത്. ശശി തരൂരിനെതിരെ കൊലവിളി നടക്കുന്നത് എന്തിനാണ്? ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം മുഴുവൻ അദ്ദേഹം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിനെക്കുറിച്ചും ഭീകരവാദത്തിനെതിരെയും ലോകം മുഴുവൻ പോയി അദ്ദേഹം സംസാരിച്ചു. എന്തുകൊണ്ടാണ് മോദി അദ്ദേഹത്തെ അതിന് തിരഞ്ഞെടുത്തത്? അദ്ദേഹം അത് പറയാൻ കാര്യപ്രാപ്തിയുള്ള ആളാണ് എന്ന് ഈ പറയുന്ന
മോദിക്ക് പോലും തോന്നിയിട്ടാണ് തൻ്റെ കൂട്ടത്തിലുള്ള BJP നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ അദ്ദേഹം ശശി തരൂരിനെ എടുത്തു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം അതൊരു അംഗീകാരമായി കാണേണ്ടതാണ്. പക്ഷേ നേരെ തിരിച്ച് ഇവർ പറയുന്നത് തരൂർ ഇനിയിപ്പോൾ BJP പാളയത്തിലേക്ക് പോകാനാണ് പോകുന്നത് എന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് മാറിപ്പോയി, കാരണം പറഞ്ഞു വരുമ്പോൾ നമുക്കിതെല്ലാം പറയേണ്ടി വരും. അതെ, ഇതെല്ലാം അസീം മുനീർ പറഞ്ഞ വാക്കുകളാണ്. അത് കാര്യഗൗരവമായിട്ട് എടുക്കണമോ വേണ്ടായോ എന്നുള്ള കാര്യഗൗരവമായിട്ട് തന്നെ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊന്നും നടക്കില്ല. പക്ഷേ എന്നാലും അമേരിക്ക കൂടെ ഉള്ളിടത്തോളം കാലം ചെറുതായിട്ടുള്ള ഒരു ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ തീരുവ യുദ്ധം അമേരിക്ക അടിപതറിക്കുകയാണ്. കാരണം ഒരു ലോക കമ്പോള വ്യവസ്ഥയിൽ ഇന്ത്യയിൽ ഒരു കമ്പോളം എന്ന് പറയുന്ന ഒരു വാണിജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത്ര എന്താ പറയുക വിട്ടുകളയാൻ പറ്റത്തില്ല ആ ഒരവസ്ഥയിലാണ്. കാരണം അത്രത്തോളം കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറക്കുമതിയിൽ ഒരു വലിയ വിപണി തന്നെ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 140 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര വിട്ടുകളയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് മോദി നിൽക്കുന്നത്. ഇനി അമേരിക്കയുമായിട്ട് അങ്ങനെ നല്ലൊരു ചങ്ങാത്തത്തിലില്ല. ഇങ്ങോട്ട് ഇറക്കുന്ന തീരുവ അതുപോലെ തന്നെ അങ്ങോട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു നിലപാട്. അങ്ങനെ വരുമ്പോൾ തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക അവിടെ പ്രതിസന്ധിയിലാവും. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന പല കാര്യങ്ങളിലും അമേരിക്ക വല്ലാണ്ട് പ്രതിസന്ധിയിലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അത് അത്രമാത്രം ഒന്നും ഒരു സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. ഇന്ത്യ നേരത്തെ UK-യുമായിട്ടും അതേപോലെ തന്നെ ചൈന, റഷ്യ ഇതുമായിട്ടുള്ള കമ്പോളങ്ങൾ ഇന്ത്യ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ഒന്നും ഇത് ചെയ്യുന്ന ഒരു താമസം, അതിൻ്റെ ഒരു ചെറിയ നഷ്ടങ്ങളൊക്കെ ഇന്ത്യ സഹിക്കുമെന്നല്ല. പക്ഷെ ഇനി എന്തായാലും അമേരിക്കയുമായിട്ട് നോക്കിയും കണ്ടൊക്കെ ഇന്ത്യ ഒരു കൂട്ടുകച്ചവടം നടത്തും. അത് എന്തുകൊണ്ടും നല്ലതാണ്. അതിപ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അത് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യയാണ് ഏറ്റവും വലിയൊരു മാർക്കറ്റ്. കാരണം ഇത്ര കോടി ജനങ്ങൾ, പക്ഷെ മറ്റൊരു രാജ്യത്ത് ഇതില്ല. അപ്പോൾ പല രാജ്യങ്ങളുടെ മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യ പറഞ്ഞത് ഇന്ത്യക്ക് തീരുമാനിക്കാം ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളികൾ ആരായിരിക്കണം. ആ ഒരു നിലയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുക. കാരണം ഇവിടുത്തെ പ്രധാന പവർ എന്ന് പറഞ്ഞാൽ മാൻ പവറാണ്. മറ്റുള്ള രാജ്യങ്ങളെ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന പവർ എന്ന് പറയുന്നത് മാൻ പവറാണ്. അപ്പോൾ നമ്മുടെ രാജ്യം തീരുമാനിക്കും ആരെയുമായിട്ടൊക്കെ കൂട്ടുകച്ചവടം ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു ത്രിരാഷ്ട്ര സംഗമം നമുക്കറിയാം, ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത്, ഈ ഒരു റഷ്യ, ചൈന, ഇന്ത്യ, ഒരു പക്ഷെ വൻശക്തി, ഇത് വല്ലാണ്ട് ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിനു വേണ്ടി പരമാവധി മുനീറിനെ ഇറക്കുന്നു, മുനീറിന് ഭക്ഷണം കൊടുക്കുന്നു, മറ്റു പല ഇത് കൊടുക്കുന്നു, എല്ലാം 8 നില പൊട്ടിയിരിക്കും. ഇന്നലെ എന്താണ് പറയുന്നത്, ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് കൺട്രി എന്നാണ് ട്രംപ് പറഞ്ഞത്. നേരത്തെ ഞങ്ങളുടെ ചങ്ങാതി എന്ന് പറയുന്നു, പിന്നെ സ്ട്രാറ്റജിക് ആണ്. കാരണം വിട്ടുകൊടുക്കാൻ ട്രംപിനാവില്ല. പക്ഷേ ആളുടെ തലക്കനവും ഈ മനോരോഗവും കാരണം പലപ്പോഴും അമേരിക്ക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുക. ഇത്തവണത്തെ ഓണം മലയാളികൾ അവിടെ ഉണ്ടില്ലേലും അടുത്ത തവണ മൃഷ്ടാനമായിട്ട് മലയാളികൾ അവിടെ ഒരു പക്ഷേ ട്രംപ് തന്നെ ഓണം ഒരുക്കി കൊടുത്തിരിക്കാം. എന്ത് തന്നെയാലും മുനീറിന്റെ ഈ ഒരു വാഗ്വാദങ്ങളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പഹൽഗാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെയാണ് നമ്മൾ ഇതിനു മുൻപും പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭീഷണിയാണ് ഈ പറയുന്ന അണക്കെട്ടുകൾ തകർക്കുമെന്നുള്ളത്. അതിനെ നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു അണക്കെട്ട് തകർന്നാൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം, ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം പാക് പട്ടാളവും അതുപോലെ തന്നെ ISI അവരുടെ ചാരസംഘടനയുമാണ് ഈ ഭീകരർക്ക് ബ്ലൂ പ്രിന്റ് കൊടുക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഭയക്കേണ്ടതാണ്. കാരണം അസീം മുനീർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ്, ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ അസീം മുനീർ ഇങ്ങനെ പറയാൻ വിറളി പിടിക്കാൻ ഒരു കാരണവും കൂടിയുണ്ട്. അതായത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി ഇന്ത്യ റദ്ദാക്കിയത്, പക്ഷേ താൽക്കാലികമായിട്ടല്ല, അത് തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതകൾ ഏറെയാണ്. 250 മില്യൺ പാകിസ്ഥാൻ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ആ കരാറിൽ വീണ്ടും പുനഃസ്ഥാപിക്കണം. ഇതിനു വേണ്ടിയുള്ള കളിയും കൂടി ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഈ ഭീഷണിയെ നമുക്ക് എല്ലാ കാലത്തും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും ഇവർ നേരിട്ടല്ല ഒരു ആക്രമണം നമുക്ക് നേരെ നടത്തിയിട്ടുള്ളത്. ആദ്യം ചതിപ്രയോഗമാണ്. ഈ പറയുന്ന പോലെ തീവ്രവാദികളെ ഇറക്കി ആക്രമണം നടത്തുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്ന് ഈ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക, ഇന്ത്യക്കകത്തു നിന്നുള്ള ജനങ്ങളെ രാജ്യത്തിനെതിരെ തിരിക്കാൻ പ്രയോഗിക്കുക. നമ്മൾ കണ്ടതാണ് ജ്യോതി ശർമ്മയൊക്കെ യൂട്യൂബർമാരെ തേടി പിടിച്ച് നമുക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു രീതി.
അങ്ങനെ ഒരു നീക്കമാണെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൈന്യമാണ് രാജ്യത്തുള്ള ചാരന്മാരെ എല്ലാം തേടി കണ്ടുപിടിക്കുന്നതിനൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തും ചെയ്യാൻ മടിക്കില്ല. എന്ത് നാറിയ കളിയും പാകിസ്ഥാൻ കളിക്കും. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭീഷണിയെ അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. പഹൽഗാമിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ആക്രമണം. കാരണം വലിയ സുരക്ഷാ മേഖലകളിലേക്ക് കടന്നു കയറാൻ ഭീകരർക്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ നമ്മുടെ സൈന്യത്തിൻ്റെ വേഷത്തിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഭീതിപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ നമ്മളെ ചൊടിപ്പിക്കുന്ന ഒരു വസ്തുത, പ്രത്യേകിച്ചും ഇന്ത്യയെ ചൊടിപ്പിക്കുന്നത്, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ആണവ ഭീഷണി മുഴക്കുമ്പോൾ അതിനെ എതിർക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? അതിൻ്റെ കാരണമാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത്. ഈ വെല്ലുവിളി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയും കൂടെ വന്നിട്ടുണ്ട്. കാരണം ചൈന കൈവിട്ടു പോകുമോ എന്നുള്ളത്. ആകെ കയ്യിലുള്ള ഒരേ ഒരു രാഷ്ട്രം ഈ പറയുന്ന ചൈനയാണ്. ചൈന ഇന്ത്യയോട് അടുത്ത് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി കിട്ടും. അപ്പോൾ നമുക്കറിയാം ചൈന നമ്മളോടൊരു യുദ്ധത്തിനായിട്ട് വരത്തില്ല. പക്ഷേ ചൈനയുടെ ആത്യന്തിക ലക്ഷ്യം ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കയെ അടിച്ചിട്ട് ലോകത്തിൻ്റെ അധിപരാകണം എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ അതിർത്തികൾ ചുരണ്ടണം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ചുരണ്ടൽ എന്തായാലും ചൈന മടക്കി പോക്കറ്റ് വെക്കും. കാരണം ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി പോക്കറ്റിലാക്കാൻ കുറേ കാലമായിട്ട് നയതന്ത്രപരമായ നീക്കം നടത്തുന്നുണ്ട് അവർ. അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ അവസരമാണ് അമേരിക്കയുടെ ഈ വെളിവില്ലായ്മയും. റഷ്യ ഇന്ത്യയോട്, നമുക്കറിയാം റഷ്യ ഇന്ത്യ തമ്മിലുള്ള ബന്ധം, അത് ഈ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് കസേരയിൽ ആര് വന്നാലും അതിലൊരു ഉലച്ചിലും സംഭവിക്കില്ല. റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ സഹകരിക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത്. എസ് ജയശങ്കർ മറുപടി കൊടുത്തിട്ടുണ്ട്, പോയി പണി നോക്കാൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആരോട് കൂട്ടുകൂടണം, നമ്മുടെ വ്യാപാര പങ്കാളി ആരായിരിക്കും, അതൊക്കെ നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ അതിന് ഒരു ട്രംപല്ല, ഒരു മുനീറല്ല ഇനിയിപ്പോൾ. പക്ഷേ ഈ വിഷയത്തിലൊന്നും ഇതുവരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. ഷഹബാസ് ഷെരീഫ് ഒരക്ഷരം പോലും മിണ്ടാതെ കിട്ടിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കിട്ടിയ അടിയുടെ വേദന കൃത്യമായി ഷഹബാസിന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിലും എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. കാരണം ഭരണകൂടത്തിന് ഒരു വിലയുമില്ല. അതാണല്ലോ മറ്റേ അസീം മുനീർ മറ്റേ ഫീൽഡ് മാർഷൽ പദവി എടുത്ത് അങ്ങ് പോക്കറ്റ് വെച്ചത്. അപ്പോൾ എന്തായാലും മുനീറിൻ്റെ ഈ വെല്ലുവിളിക്ക് ഇതുവരെ എന്തായാലും ഇന്ത്യ മറുപടി കൊടുത്തില്ല. മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ മറുപടിയായിട്ടാണ് പരിശീലന പറക്കൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് എന്താണോ അതുപോലെ തന്നെ പാകിസ്ഥാൻ ചെയ്യുന്നു, പരിശീലന പറക്കൽ. കാരണം ഇവിടുന്ന് സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഉടനെ തന്നെ പാകിസ്ഥാൻ വിട്ടു. അപ്പൊ ഇന്ത്യയെ പിന്തുടരുക, മിമിക് ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. സ്വന്തമായിട്ടൊന്നുമില്ല, നിലപാടുകളില്ല. പലയിടത്തും പോയിരുന്ന ആഹാരം കഴിച്ചുകൊണ്ട് ഇല്ല പറഞ്ഞു പ്രക്ഷോഭം പറയുന്നത് എല്ലിന്റെ ഇടയിൽ കുത്തിയപ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ എന്തായാലും അത് ആലോചിച്ചും കണ്ടുമൊക്കെ പാകിസ്ഥാൻ ചെയ്യും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുഴുവനും പരിപ്പ് പപ്പടമാക്കാൻ എന്തായാലും പാകിസ്ഥാൻ ജനങ്ങൾ അനുവദിക്കത്തില്ല. അത് എത്ര വലിയ ഭട്ടാള ഭരണമാണെങ്കിലും അവിടെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുക, ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കും. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.